കണ്ണാടി പോലെ തെളിഞ്ഞ തടാകവും വിശാലമായ പുൽമേടുകളും നിറഞ്ഞ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കശ്മീരിലെ പെൽഗാം ഒറ്റ ദിവസം കൊണ്ട് കണ്ണീർ തടാകമായി. പഠാണിയുടെ പോലീസ് വേഷത്തിൽ അമേരിക്കൻ നിർമ്മിത റൈഫിളുകളുമായി എത്തിയ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തപ്പോൾ പൊലിഞ്ഞത് 28 ജീവനുകളാണ്. വിവാഹത്തിന്റെ 6ാം ദിവസം ഭർത്താവ് വിനയ് നർവാളിനെ നഷ്ടപ്പെട്ട ഹിമാൻഷിയുടെ കണ്ണുനീർ കണ്ടുനിൽക്കാൻ കഴിയില്ല. മലയാളി രാമചന്ദ്രന് നേരെ വെടിയുതിർത്തത് മകളും പേരക്കുട്ടികളും നോക്കി നിൽക്കുകയാണ്. മതം ചോദിച്ച് കൊലപ്പെടുത്തിയതിന്റെ കഥകൾക്കൊപ്പം അതേ മതത്തിൽപ്പെട്ടവർ രക്ഷകരായ കഥകളും പെൽഗാമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. കുതിരസവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ വെടിയേറ്റു മരിച്ചത് സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. മരിച്ചതായി ആദ്യം സ്ഥിരീകരിച്ച കർണാടക ഷിമോഗ സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവിയും ബിസ്മില്ല ചൊല്ലി തന്നെയും മകനെയും രക്ഷിച്ച കശ്മീരികളെ തൊഴുകൈകളോടെ ഓർക്കുന്നു. ഭീകരതയ്ക്ക് മതമുണ്ടെന്ന വാദവുമായി ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. തീ കൊണ്ടുള്ള കളിയാണ്. ഭീകരതയുടെ ലക്ഷ്യവും അതാണ്. വെടിയുണ്ടകളേക്കാൾ മൂർച്ചയോടെ ഭിന്നിപ്പിച്ച് നശിപ്പിക്കാനുള്ള തന്ത്രമാണ്. ആ കുടിലത തിരിച്ചറിഞ്ഞ ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ നാടൊരുമിക്കണം. കേന്ദ്രത്തിന്റെ നടപടികൾക്കൊപ്പമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണ്. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചും ഭീകരരോട് തിരിച്ചടിച്ചും മറുപടി നൽകേണ്ടതുണ്ട്. കടുപ്പിച്ചു മുന്നോട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, യുവരാജ് ഗോകുൽ, BJP പ്രതിനിധി, ബ്രിഗേഡിയർ മോഹനൻ പിള്ള, പ്രതിരോധ വിദഗ്ധൻ, TK രാജ്മോഹൻ, മുൻ NIA SP, വിനീത്, ടൂർ ഓപ്പറേറ്റർ എന്നിവരാണ് കശ്മീരിലുള്ള ടൂർ ഓപ്പറേറ്റർ എന്നിവരാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ TK രാജ്മോഹനിലേക്ക് പോകുന്നു. മുൻ NIA SP ആണ്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ NIA ആണ് അവിടെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഈ ഭീകരാക്രമണത്തെ മുംബൈ ആക്രമണത്തിന് ശേഷമുള്ള അതേ രൂപത്തിലുള്ള ഒരു ആക്രമണമായി കാണേണ്ടി വരില്ലേ? മറ്റ് പുൽവാമയൊക്കെ സൈനികരെ കൊലപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഇതിപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ, നിരപരാധികളായ ജനങ്ങളെ നേരെ ചെന്ന് വെടിയുതിർക്കുന്ന കാഴ്ച, അത് മുംബൈ ആക്രമണത്തെ ഓർമ്മിപ്പിക്കുന്നതല്ലേ? സ്മൃതി, തീർച്ചയായിട്ടും. കാരണം നിസ്സഹായരും നിരാലംബരമായ ആൾക്കാരൊക്കെ വെടിയേറ്റ് മരിക്കുകയാണ്. അവരവിടെ വന്നതിന് തന്നെ ഒരല്പം റിലീഫ് കിട്ടാൻ വേണ്ടി, ജീവിതത്തിലത്തെ തിരക്കിനിടയിൽ അല്പം റിലീഫ് കിട്ടാൻ വേണ്ടി കുടുംബമായിട്ട് വന്നിട്ട് ഒരു വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാണ്. അവർക്കൊന്നും അറിയില്ല. അവർ കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം നിരപരാധികളായ ആൾക്കാർ, അവിടെ എൻജോയ് ചെയ്യാൻ വന്ന ആൾക്കാർ, ഒരു മയമില്ലാതെ ഈ തീവ്രവാദികൾ അവരെ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. വളരെ ദയനീയമാണ്. നമുക്കൊക്കെ ദേഷ്യവും സങ്കടവും അതേസമയം തന്നെ എല്ലാം ഒത്തുവരുന്ന ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് സീൻസ് കണ്ടു. പല ദയനീയമായ നിസ്സഹായരാണ്. അതാണ് നിസ്സഹായര ആൾക്കാർ. അപ്പോൾ ഇത് നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കുമാർ തന്നെ അത്രത്തോളം അതിലും വേസ്റ്റാണ്. നമ്മളെല്ലാം പറയും ഈ ടെററിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റിയാണ്. ഇറ്റ്സ് നോട്ട് ഈവൺ എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റിക്കെതിരായ ക്രൈമാണിത്. അത് എത്രത്തോളം ദയനീയമാണ്. ഒരു നിസ്സഹായരായ ആൾക്കാരാണ് വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും നമുക്ക് ഒരു നടപടികൾ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ NIA ടേക്കപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ NIA ബേസിക്കായിട്ട് കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. NIAയുടെ പല ടീമുകളും പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് പല ഇൻഫർമേഷൻസും പല എവിഡൻസുകളും കളക്ട് ചെയ്യാണ്. കാരണം NIA ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ ടെറർ റിലേറ്റഡ് കേസസ്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ കേസസ് അന്വേഷിക്കേണ്ടത്. രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ പ്രീമിയർ ഏജൻസിയാണ് ടെറർ റിലേറ്റഡ് കേസ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അന്വേഷിക്കും. അവരുടെ അന്വേഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭീകരവാദ സംഘടന, ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് 2019 അതായത് കശ്മീരിന് പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ ശേഷം രൂപീകരിക്കപ്പെട്ട ഭീകര സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനം ഇവിടെ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ 370 എടുത്തു കഴിഞ്ഞ ശേഷം കശ്മീർ ഇപ്പോൾ സാധാരണ രൂപത്തിലേക്ക്, സാധാരണ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു. എന്താ പറയുക, പഴയ രീതിയിൽ കശ്മീരിൻ്റെ പഴയ രൂപത്തിലേക്ക് പോകുന്നു. അവിടേക്ക് ഒരുപാട് ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഭീകര സംഘടനയ്ക്ക് അവിടെ നിൽക്കാനും അവിടെ പ്രവർത്തിക്കാനും എങ്ങനെ സാധിക്കുന്നു എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ ഓർഗനൈസേഷൻ നമ്മൾ ബാൻ ചെയ്ത ഓർഗനൈസേഷനാണ്. 2023 ബാൻ ചെയ്ത ഓർഗനൈസേഷനാണ് ഈ TFR എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഷാഡോ ഓർഗനൈസേഷൻ ഓഫ്
ഈ പാകിസ്ഥാനിലെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ അതുമാതിരിലെ ഏജൻസിയുടെ ഒരു ഷേഡോ ഓർഗനൈസേഷനാണ്. ശരിക്കും ഇത് ഫോം ചെയ്തത് നമ്മൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞ സമയത്ത് ചില ഫ്രിഞ്ച് എലിമെൻസിനെ വെച്ചുകൊണ്ട് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നയപരമായ പല തീരുമാനങ്ങൾ കൊണ്ട് അവിടെ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ടെററിസം. അപ്പോൾ ചെറുപ്പക്കാരെ ഇപ്പോൾ കിട്ടാനില്ല. കാരണം അവിടെ ബേസിക്കായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലും ശ്രീനഗറിലൊക്കെ ടൂറിസമാണ് മെയിൻ. അപ്പോൾ ടൂറിസം വളരെ ഫ്ലറിഷിയാണ്. ഇപ്പോൾ ഒരു കണക്ക് പ്രകാരം 12,000 കോടി രൂപയുടെ ടൂറിസമാണ് ഒരു കൊല്ലം നടക്കുന്നത്. അത് 30,000-ലേക്ക് ഉയർത്താൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ചെറുപ്പക്കാർക്കും ജോലി ലഭിക്കാൻ പോകണം. അപ്പോൾ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഫ്രിഞ്ച് ഓർഗനൈസേഷനിൽ ആളെ കിട്ടൂല. അതിനാണ് അത്തരത്തിൽ ആളെ കിട്ടാതായപ്പം ജനങ്ങൾ ഇതിനോട് എതിർപ്പ് തുടങ്ങി. അതായത് ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് ജോലിയുണ്ട്. കാരണം ബേസിക്കായിട്ട് ചെറുപ്പക്കാർക്ക് ജോലിയാണ് വേണ്ടത്. അത് കശ്മീർ താഴ്വരയിൽ ജോലി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദേശീയധാരയിലേക്ക് ഈ കശ്മീർ അങ്ങോട്ട് ഒഴുകി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആളെ കിട്ടാതായപ്പോഴാണ് അവർ ഈ സെലക്ട് ചെയ്ത സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സമയത്ത് അവിടെ ടൂറിസത്തിൻ്റെ പീക്ക് ടൈമാണ്. അപ്പോൾ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 60,000-70,000 ആൾക്കാർ കശ്മീരിലേക്ക് വരും ഡെയിലി ഈ സമയത്ത്. കൂടാതെ അവിടെ 150-1500 ഹൗസ് ബോട്ടുകൾ. അപ്പോൾ ഫുൾ ഫ്ലറിഷായിട്ട് ഒരു ടൂറിസം മേഖലയിൽ അങ്ങനെ ഫ്ലറിഷായി നടക്കുന്ന സമയത്താണ് അതിനെ ടോർപിഡോ ചെയ്യാനാണ് ഈ സമയം സെലക്ട് ചെയ്തതും. ഇതുപോലെയുള്ള നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ് ഈ പഹൽഗാം എന്ന് പറയുന്നത്. ഈ സ്ഥലത്തേക്ക് അവിടെ ചെന്നതും അവിടത്തേക്ക് ആക്സബിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത്, അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നിട്ട് ആക്സബിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർത്തും നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കശ്മീരിൻ്റെ മുന്നേറ്റം കണ്ട് വിരളി പിടിച്ച പാകിസ്ഥാനും ISIയും ലഷ്കർ-e തോയ്ബ മാതിരിയുള്ള ഓർഗനൈസേഷൻസ് ആ ടൈപ്പ് ഓർഗനൈസേഷൻ നമ്മുടെ കശ്മീരിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കാനും ഈ ആസാദ് കശ്മീരിൻ്റെ അത് ലൈവായി നിർത്താനും ഉള്ള ഒരൊറ്റ ഐഡിയ കൊണ്ടാണ് ഇപ്പം നമ്മൾ കണ്ട ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ത്യ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും. കാരണം ഇപ്പോൾ NIA ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തു. NIA ഡീപ്പായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് എവിഡൻസ് കളക്ട് ചെയ്ത് പ്രിപ്പയർ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ നമ്മൾ പാകിസ്ഥാനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യും. കാരണം ഈ ടെററിസം വധക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദം വധക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പം തന്നെ നോട്ടഡാണ് പാകിസ്ഥാൻ. അത് കുറെ കൂടി വേസ്റ്റായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഈ ടെററിസമോട് സീറോ ടോളറൻസിലൊരു കൺട്രിയാണ്. നമ്മൾ ടെററിസം നമ്മുടെ ഭാഷയേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ പാകിസ്ഥാൻ അതല്ല. പാകിസ്ഥാൻ ടെററിസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അപ്പം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഈ പാകിസ്ഥാൻ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും എല്ലാം NIAയുടെ ഇൻവെസ്റ്റിഗേഷൻ തീർച്ചയായും സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാനൊന്ന് വിനീതിലേക്ക് പോകുന്നു. വിനീത് ടൂർ ഓപ്പറേറ്ററാണ് അവിടെ. വിനീത്, ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരുപാട് സഞ്ചാരികൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശം പെൽഗാമിലേക്ക് കുറേ പേർ പോയി അവിടെ നിന്നും ഇറങ്ങി താഴെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ആക്രമണം ഉണ്ടായി. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുടെ പ്രതികരണം അടക്കം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? അവിടുത്തെ മലയാളികൾ എങ്ങനെയാണ് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നത്? ഇതിൽ പഹൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, കാശ്മീരിനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പഹൽഗാം. ഈ പഹൽഗാം വാലി കാണുക എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ ആക്ടിവിറ്റി തന്നെയാണ്. പലരും അവിടെ സ്റ്റേ എടുക്കാറുണ്ട്. അപ്പൊ അതില് ഈ പഹൽഗാമിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് ബൈസരൺ വാലി, അല്ലെങ്കിൽ ഇന്നലെ സംഭവം നടത്തിയിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോർമലി പഹൽഗാമും ശ്രീനഗറും ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഒരു 50 മീറ്റർ 100 മീറ്ററിൽ നമ്മുടെ ആർമി ഉണ്ടാവും, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ ഇത്തരത്തിലുള്ള ഉള്ളിലേക്കുള്ള ഏരിയയിൽ അവരുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്ഥലം തന്നെ അവർ ഏറ്റെടുത്തു. കൂടുതലും യുവാക്കളും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടേക്ക് കൂടുതൽ പോകാറുള്ളത്. ഒരു കഴിഞ്ഞ വർഷം മലപ്പുറം ഭാഗത്തുനിന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ പോവുകയും കുതിരപ്പുറത്തുനിന്ന് വളരെ ചെങ്കുത്തായ കയറ്റവും ഒക്കെയാണ്, കല്ലുകളുമായിട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് മനോഹരമായിട്ടുള്ള ഈ മിനി സ്വിറ്റ്സർലൻഡ് ഏരിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ എത്തുന്ന വഴിക്ക് ദുർഘടമായ വഴിയാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. നമ്മൾ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ ഒരു എണ്ണം, ഈ ഒരു മരണം ഇതിൽ കുറയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഒരു ദിവസം മുമ്പ് അവിടെ സന്ദർശിച്ച് വന്നതാണ്. പഹൽഗാമിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് സൈസിങ് പ്ലേസസ് കാശ്മീരിൽ ഇന്ന് യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇന്നിപ്പം സോനാമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പിന്നെ സഞ്ചാരികളെ കൊണ്ടുവന്നു. ശ്രീനഗർ ആണെങ്കിലും ഒന്നും
ടൂറിസ്റ്റുകളെ വളരെ നല്ല രീതിയിൽ ആർമി പോലീസും എല്ലാം നല്ല രീതിയിൽ കൊണ്ട് സംരക്ഷിക്കുന്നുണ്ട് അവര്. അപ്പൊ അതുകൂടാതെ ഇതിൽ ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാല് ഇവിടെ വന്ന് പാനിക്കാവും ആളുകൾ. ഈ പാനിക് ആവുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തോന്നും ടിക്കറ്റുകളൊക്കെ. ഇപ്പം ഡൽഹിയിലേക്ക് വരെ എബോ 25,000 മേലെയാണ് ടിക്കറ്റ് റേറ്റുകൾ. ഇത് ഏറ്റവും വലിയൊരു ദുർഘടമായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും ഗവൺമെന്റ് ഏറ്റവും അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു ഘട്ടമാണിത്. അതുപോലെ തന്നെ ആളുകൾ നേരിടുന്ന വേറൊരു ബുദ്ധിമുട്ടാണ്, ഇവിടെ പ്രീപെയ്ഡ് സിം കാർഡുകൾ ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ക്ലയന്റുകളോട് കൃത്യമായിട്ട് പറയും, ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ആക്കണം, അങ്ങനെ ആക്കിയതിന് ശേഷം മാത്രമേ വരാവുള്ളൂ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ അതും വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ പ്രീപെയ്ഡ് വർക്കിംഗ് ഇന്നലെ നൈറ്റ് 1 മണിക്കൂർ അങ്ങനെ അത് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു, ബട്ട് പിന്നീട് അതില്ല. അപ്പൊ ഈ പറഞ്ഞ 1-2 ബുദ്ധിമുട്ടുകളിൽ ഇപ്പം മലയാളികളുണ്ട്. ബട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. പഹൽഗാം ഏരിയ ഇപ്പൊ ആർമിയുടെ കൺട്രോളിലാണ്. ബാക്കി വരുന്ന ഈ ശ്രീനഗർ, ഗുൽമാർഗ്, കേബിൾ കാർക്ക് ഏരിയയുള്ള ഗുൽമാർഗ്, സോനാമാർഗ്, ഇതൊക്കെ പിന്നെ ഓൾമോസ്റ്റ് ദൂദ്പത്രി, ഇതൊക്കെയാണ് ആളുകൾ പോകുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം സേഫ്റ്റിയാണ്. അറ്റ് പ്രസന്റ് ഇപ്പൊ എന്നോട് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആക്കി സേഫ് ആയിട്ട് തിരിച്ചിപ്പോ ഫ്ലൈറ്റ് കയറി. ഇപ്പം ഈ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 1-2 പ്രോബ്ലംസ് ഇപ്പം നമ്മുടെ വിനോദസഞ്ചാരി. തീർച്ചയായും ഇതിപ്പോൾ സർക്കാർ അടിയന്തരമായി തന്നെ പരിഗണിക്കും, അത് പരിശോധിക്കുമെന്ന് തന്നെ കരുതാം. വിനീത്, ഞാൻ പ്രതിരോധ വിദഗ്ധൻ ശ്രീ ബ്രിഗേഡിയർ മോഹൻപിള്ളയിലേക്ക് പോവുകയാണ്. ശ്രീ മോഹൻപിള്ള, ഇപ്പോൾ പാകിസ്ഥാനെതിരെ നയതന്ത്ര സൈനിക നടപടികൾ സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന. കർക്കശ നടപടികളിലേക്ക് പോകുന്നു. ഇപ്പോൾ ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഉറപ്പായിട്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ടാകും, ബ്രീഫിംഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആയുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുക, ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക, പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങുക എന്നതൊക്കെയാണ് ആലോചിക്കുന്നത്. ഈ കർക്കശ നടപടികൾ ഒരു കൃത്യമായ മറുപടി ആകുകയാണോ, അതോടൊപ്പം തന്നെ സൈനികമായ മറുപടിയും? ഹീനമായിട്ടുള്ള നരഹത്യ നടന്നപ്പോൾ അത് സ്മൃതി പറഞ്ഞത് കൂടാതെ ഏറ്റവും മെയിനായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർക്കും വെള്ളം കൊടുക്കുക എന്നുള്ളതല്ല. അവരുടെ വെള്ളത്തിൻ്റെ എഗ്രിമെൻ്റ് തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പകുതി പ്രശ്നം അവിടെ വെച്ചിട്ട് തീരും. അവർക്ക് ആ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണെങ്കിൽ പോലും അറ്റ് പ്രസൻറ്റ് ബിക്കോസ് ദ എൻ്റയർ വേൾഡ് എന്ന് പറയുന്നത് വാർ ഓൺ ടെറർ, അപ്പം ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലാണ്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഈ ടെററിസ്ഥാൻ, ഐ ഓൾവേസ് കോൾ പാകിസ്ഥാൻ എന്ന് ഞാൻ പേരെടുക്കില്ല, ഒരു ടി വി ചാനലിലും പാകിസ്ഥാൻ എന്ന് ഞാൻ പറയാറില്ല, അത് ടെററിസ്ഥാനാണ്. അപ്പോൾ ഈ ടെററിസ്ഥാൻ ഒരു കാരണവശാലും ഇന്ത്യ നദിയിൽ നിന്നുള്ള വെള്ളം പോലും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതും കൂടി സ്റ്റോപ്പ് ചെയ്യുകയാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. ഇനിയും പ്രശ്നത്തിലോട്ട് കിടക്കും. കാര്യം എല്ലാവരും ഇപ്പം ജനറലി വന്നിട്ട് പറയാറുണ്ട്, കാര്യം നമ്മൾ ഇതാണ് ഉടനെ തന്നെ ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം. അതിനൊക്കെ സെർട്ടൻ നോംസ് ആർ ദെയർ. വി ഹാവ് ടു പ്രൂവ്, നമ്മൾ പ്രൂവ് ചെയ്യണം അത് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള ടെററിസ്റ്റാണ് എന്നുള്ളത് 100% പ്രൂഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ എംബസി വഴിയും പ്രൂവ് ചെയ്യണം. അത് ചെയ്യാനുള്ള ഓൾമോസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണും തീർച്ചയായിട്ടും. അല്ലാതെ നമ്മുടെ ഒരു അന്വേഷണ ഏജൻസിയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അത് അവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ശവശരീരങ്ങൾ പോലും, അവരുടെ സ്വന്തം ആർമിയുടെ, പാകിസ്ഥാൻ റെഗുലർ ആർമിയുടെ ഡെഡ് ബോഡീസ് പോലും അവരുടെ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു ടെററിസ്ഥാനാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കാനുള്ള മറ്റു വഴികളുണ്ടാവണം. കാരണം അവർ വന്നിട്ടുള്ളത് ഏത് വഴി, ഞങ്ങൾക്ക് പങ്കില്ല, അപലപിക്കുന്നു എന്നുള്ള പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. കാരണം ഈ ഞാൻ പറയുമല്ലോ, ഇന്ദിരാഗാന്ധിയുടെ ടൈം മുതലാണെങ്കിൽ എപ്പം തല പൊക്കുന്നു അപ്പോൾ അടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ നാളത്തേക്ക് അനങ്ങാതിരിക്കും. ഇപ്പോൾ പാകിസ്ഥാന് പറ്റിയിരിക്കുന്ന ഇഷ്യൂസ് നമ്മളത് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ, അതായത് ഈ റാണയുടെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് മെയിനായിട്ടുള്ളത്. പിന്നെയുള്ള ഒരു മേജർ ഇഷ്യൂ അവരെ സംബന്ധിച്ചിടത്തോളം ബലൂച്ചിയാണ്, അതായത് പിന്നെ ഒക്കുപ്പൈഡ് കാശ്മീർ. അപ്പം അവരുടെ ബലമായിട്ടുള്ള സംശയമാണ് ഇന്ത്യ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇൻഡയറക്റ്റായിട്ട് ഒരു പ്രോക്സി വാർ നടത്തുന്നു എന്നൊരു കൺസെപ്റ്റ് അവർ ഭയപ്പെടുന്നുണ്ട്. അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് പാകിസ്ഥാൻ ആർമിക്കെതിരായിട്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സപ്പോർട്ട് ഇന്ത്യയാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. താങ്കൾ ആദ്യം പറഞ്ഞത് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ഒരു കാരണമായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുകയാണോ? റാണയെ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ റാണയിൽ നിന്ന് ചോദിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാകിസ്ഥാന്റെ മുഴുവൻ പങ്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. യെസ്, അതാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ആ ഇഷ്യൂലോട്ട് തന്നെ. റാണയെ സംബന്ധിച്ചിടത്തോളം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ടെററിസ്റ്റാണ്.
കാരണം US ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് സ്പെഷ്യൽ പ്രൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം റാണയെ കൂടുതൽ ഇൻട്രോഗേഷൻ ചെയ്യുമ്പം ബോംബെ ആക്രമണം മുതലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരുന്നതുകൊണ്ട് അവരതിനെ ഭയപ്പെടുന്നു. രണ്ടാമത് വേറെ ഒരു ഫാക്ടർ ഇതിനകത്തുള്ളത്, അത് ഇവർ സീസ് ചെയ്തിട്ടുള്ള വെപ്പൺ, എങ്ങനെയുള്ള ഇഷ്യൂസിൽ ഈ ടെററിസ്റ്റുകളുടെ അറ്റാക്കുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വെപ്പൺ അത് ചൈനീസ് മെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് മെയിൻ ഇഷ്യൂ വരുന്നത്. അപ്പം ഈ ചൈനീസ് മെയ്ഡ് AK ആണെന്നുണ്ടെങ്കിൽ, AK-56 ആണെന്നുണ്ടെങ്കിൽ, 47 അല്ല, AK-56 ആണെന്നുണ്ടെങ്കിൽ ചൈനീസ് മെയ്ഡ് ആയിരിക്കാം. അപ്പോൾ ഈ ചൈനീസ് മെയ്ഡ് 56 വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ സപ്പോർട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവരുടെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രേഡ് വാർ തുടങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും അമേരിക്ക സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വരികയും വൈസ് പ്രസിഡന്റ് വരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ എല്ലായ്പ്പോഴും ഒരു അപ്പർ ഹാൻഡ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ ടെററിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പയർ ചെയ്യാനേ ഒരു കമ്പാരിസണേ അല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ലോ പ്രൊഫൈൽ രാജ്യങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇപ്പം ഐ തിങ്ക് ഈ TRFനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ TRF എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് എടുത്തു എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. ആ TRF തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷം 19 അവർ ഫോം ചെയ്യുന്നത്. അത് LETയുടെയാണ്, ലഷ്കർ ഇ തോയ്ബയുടെ ഒരു മറ്റൊരു ഫോം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് ഉണ്ടായത് കാശ്മീരിലെ 370 എടുത്തു കളഞ്ഞപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രണ്ടാണ് അവരുണ്ടാക്കിയത്. അതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇതിനെ റെസിസ്റ്റ് ചെയ്യുക, അതായത് എന്ത് കാരണവശാലും നമ്മുടെ കാശ്മീരിനെ തിരിച്ചു പിടിക്കുക, ഇന്ത്യൻ കാശ്മീർ വേണ്ട, ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കാശ്മീർ മതി എന്നുള്ള രീതി. അതാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അവരാണ് ഒന്നാമത്തെ. അത് ഒരു കെമിസ്റ്റിനെ, ഇഫ് യു ജസ്റ്റ് റിമെമ്പർ, മാക്കൻ എന്ന് പറയുന്ന ഒരു കെമിസ്റ്റിനെയാണ് അവർ ആദ്യം കൊലപ്പെടുത്തിയത്. പിന്നെ ഒരു സ്കൂൾ പ്രിൻസിപ്പലിനെയാണ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇഫ് യു ഒന്ന് മനസ്സിലാക്കണം കാര്യം, കുറേ കൺസ്ട്രക്ഷൻ സൈറ്റിലുണ്ടായിരുന്ന ബീഹാരികളെ കൊലപ്പെടുത്തി. അതുപോലെ തന്നെ റിയാസിയിൽ ഈ 24 റിയാസിയിൽ ബസ്സിൽ ഡ്രൈവർക്ക് നേരെ അറ്റാക്ക് ചെയ്തിട്ട് ആ ബസ് കൺട്രോൾ പോയി. ഏതാണ്ട് വൈഷ്ണോദേവി ക്ഷേത്രത്തിലോട്ട് പോയിട്ടുള്ള ഒരു 24 പേരോളമാണ് അതിനകത്ത് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എപ്പോഴും വളരെ ലൈറ്റായിട്ട് എടുത്തു, അല്ലെ ബാൻ ചെയ്തു എന്നതുകൊണ്ട് അത് കാര്യമായിട്ടില്ല. കാര്യം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, തീവ്രവാദം ഒരു കാരണവശാലും അതായത് വേരിൽ നിന്ന് പിഴുതു മാറ്റാൻ പറ്റില്ല. അതൊരു കാരണവശാലും പറ്റത്തില്ല. കാര്യം ഒരു ഒക്കുപ്പൈഡ് ഫോഴ്സിനും അത് ടോട്ടൽ ഇറാഡിക്കേഷൻ ഈസ് മേർലി ഇമ്പോസിബിൾ ആണ്, ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ആർമി ഒരു ഡിഫിക്കൽട്ട് ടെറൈൻ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു വളരെ അത് ക്ലിഫാണ്, അതായത് ഈ സ്റ്റീപ്പായിട്ടുള്ള ക്ലൈംബാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് അവർ ആക്ഷൻ ഇത് ചെയ്തത്. അതൊരു പക്ഷേ പിന്നീട് ചർച്ചയിൽ വരും. ഞാനതിപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. കാര്യം ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് ഈവൻ പോലീസ് ഫോഴ്സിനും ഉണ്ട്, എനിക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഏരിയ, ഒരു ത്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഏത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഏത് സിനാരിയോ ആണെങ്കിലും അവർ VAയും VPസും എടുക്കും. വൾണറബിൾ ഏരിയ അല്ലെങ്കിൽ വൾണറബിൾ പോയിന്റ്സ്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലെ പോയിന്റ്സ് എന്ന് നമുക്ക് അതിനെക്കുറിച്ചിട്ട് പറയാം. ആ ഏരിയ അത് വളരെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ നല്ലൊരു കടമയാണ്, അല്ലെ കർത്തവ്യമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ചെറിയൊരു വീഴ്ച, അത് അതിനെക്കുറിച്ചിട്ട് പിന്നീട് അത് വരും എന്നുള്ളത് എനിക്ക് 100% അറിയാം, വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ കാശ്മീരിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൂടുതൽ പാർട്ടിസിപ്പേഷനും അതായത് ടെറർ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾ ഔട്ട്സൈഡിൽ കൊടുത്ത് വെളിയിൽ നിന്ന് ആൾക്കാർ വരികയും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വരികയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 3-4 ഇഷ്യൂസ് നമ്മൾ സ്മൃതി ഇത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അനന്തനാഗ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ഈ നടന്നിട്ടുള്ള ആക്ഷൻസ് കൂടുതലും ടൂറിസ്റ്റ് സ്പോട്ടുകൾ മാക്സിമം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ അനന്തനാഗ്. പിന്നെ ഉള്ളത് പൂഞ്ച് സെക്ടറാണ്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള റിയാസി അല്ലെങ്കിൽ വൈഷ്ണോദേവി ക്ഷേത്രം, ഷ്രൈൻ, ത്രികൂട ഹിൽസ് എന്ന് പറയുന്ന ആ വൈഷ്ണോദേവി ക്ഷേത്രം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റിയാസി സ്റ്റേറ്റിലെ അതും. ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മെയിൻ പോയിന്റ്. അതുപോലെ അമർനാഥ് യാത്ര ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ടോട്ടൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും എല്ലായ്പ്പോഴും, അത് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഓവർലുക്ക് ചെയ്തു എന്നൊരു സംശയമുണ്ട്. കാര്യം അതുകൂടി നല്ല രീതിയിൽ ഇപ്പം ഒരു ടൂർ ഓപ്പറേറ്റർ തന്നെ പറഞ്ഞല്ലോ, കാര്യം അത് ഇൻസൈഡ് ആയതുകൊണ്ട് ട്രൂപ്സിനെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ് മെയിനായിട്ടുള്ള ഒരു കൺസേൺ
ശരി. എന്ന് പറയുന്നത്. അവിടേക്കൊന്നും സുരക്ഷ എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സൈനികരുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം രക്ഷപ്പെട്ടവർ തന്നെ ഒരു ചെറിയൊരു ഓവർലുക്ക് ആയിട്ടുണ്ടാവാം. ശരി, അതാണ് ഡോക്ടർ മോഹൻ വർഗീസ്. ഡോക്ടർ മോഹൻ വർഗീസ് 370 ഞാൻ വരാം. ഡോക്ടർ മോഹൻ വർഗീസ് 370 എടുത്തു കളഞ്ഞ ശേഷം ജനജീവിതം സാധാരണഗതിയിലാവുകയായിരുന്നു. ഇപ്പോൾ ആളുകൾ പ്രതിഷേധിച്ച് ഈ കൊലപാതകങ്ങളെ അപലപിച്ചൊക്കെ രംഗത്തെത്തിയ നാട്ടുകാർ അവർ തന്നെ പറയുന്നു 5-6 വർഷമായി ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ന്. സമാധാനം ഉണ്ടായപ്പോൾ സുരക്ഷയും അല്പം ലഘുവായി കണ്ടു. അവിടെയൊന്നും പ്രശ്നമുണ്ടാകില്ല എന്ന രൂപത്തിലേക്ക് എത്തിയിരുന്നു. അതാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പെൽഗാം പോലൊരു പ്രദേശത്തേക്ക് ഈ തരത്തിൽ ആക്രമണവുമായി 4 പേരാണ് ഇരച്ചെത്തിയത്. ആ സമയത്ത് രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. നാട്ടുകാരാണ് പലരെയും അവിടെ നിന്ന് മാറ്റിയത്. സ്മൃതി, യഥാർത്ഥത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നതെല്ലാം തന്നെ അപ്രതീക്ഷിതമായ സ്ഥലത്തും അപ്രതീക്ഷിതമായ സമയത്തുമാണ്. അങ്ങനെയാണ് ചരിത്രപരമായി ഭീകരാക്രമണങ്ങളുടെ ഒരു ഹിസ്റ്ററി കാണിക്കുന്നത്. അങ്ങനെയാണ് ഇത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സെൻറ്ററിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്ററോളം അകലെ കിടക്കുന്ന, കാൽനടയായി മാത്രം അല്ലെങ്കിൽ പോണിയുടെ പുറത്ത് മാത്രം എത്താൻ കഴിയുന്ന ഒരിടം സെലക്ട് ചെയ്യുന്നത് വ്യക്തമായ ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ സുരക്ഷാ ബീഫപ്പ് വേണ്ട രീതിയിൽ ഉണ്ടാവില്ല എന്ന മുൻകൂട്ടി ഉള്ള അറിവ് ഒരുപക്ഷെ ഭീകരർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് സെലക്ഷൻ ഓഫ് ദ ടാർഗറ്റ്. പക്ഷേ ആ സെലക്ഷൻ ഓഫ് ദി പ്ലേസ് എന്നതിനേക്കാൾ സെലക്ഷൻ ഓഫ് ദി കൈൻഡ് ഓഫ് പീപ്പിൾ ടാർഗറ്റഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കൂ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ തീവ്രവാദികളെ ട്രെയിൻ ചെയ്യുകയും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ബ്രീഡിംഗ് ഫാക്ടറീസ് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അതിന് ലഷ്കർ-ഇ തോയ്ബയുടെ ഫ്രോണ്ടൽ ഏജൻസി, ഇപ്പോൾ പറയുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്, പ്രതിരോധ സംവിധാനം അല്ലെ, റെസിസ്റ്റൻസ് ഫ്രണ്ട്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2019 ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനെ തുടർന്ന് കാശ്മീരിലെ ജനത പീഡനം അനുഭവിക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന വലിയൊരു പരിഭവം പാകിസ്ഥാൻ കാശ്മീർ ജനതയുടെ മേൽ ഇങ്ങനെ ഒരു പ്രോപ്പഗൻഡ യുദ്ധത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വാരി വിതറുകയാണ്. അത് വിശ്വസിക്കുന്ന ചെറിയ നമ്പർ ആളുകളെങ്കിലും ഉണ്ടാകും. പക്ഷേ ഭൗതികമായി അവിടെ ശാന്തിയും സമാധാനവും ഉണ്ട്. പക്ഷേ അതില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ തീവ്ര വിഭാഗങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലേക്ക്, വൻതോതിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിലേക്ക് പോകുന്നത്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു 3 സ്ഥലത്തെങ്കിലും സൈഫുള്ള കസ്തൂരി എന്ന് പറയുന്ന കൂട്ടം ഭീകരൻ, അദ്ദേഹമാണ് ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ഓഫ് ദി ഫോഴ്സ്, അതായത് ഇപ്പോഴത്തെ TRF എന്ന സംഘടനയുടെ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ആയ ആ ആളിൻ്റെ വീഡിയോ ഫുട്ടേജസ് ആൻഡ് ഓൾസോ വേർഡ്സ് വെളിയിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഫെബ്രുവരി മാസം അടുത്ത വർഷം 2026 ഫെബ്രുവരിക്കുള്ളിൽ കാശ്മീർ ജനത മോചിപ്പിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് കാശ്മീർ ജനതയ്ക്ക് ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, അവരെ മോചിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള വികാരം പാകിസ്ഥാനുള്ളിൽ യുവജനങ്ങൾക്കിടയിൽ ഇളക്കി വിടുകയാണ്. ആ പ്രസ്താവനയെ പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ, ഇപ്പോഴത്തെ മിലിറ്ററി ജനറലിൻ്റെ അസിം മുനീറിൻ്റെ ചില വാക്കുകളുമായി ചേർത്ത് വായിക്കണം. കാശ്മീർ ഞങ്ങളുടെ ജീവനാഡിയാണ്, അതൊരു കാരണവശാലും ഞങ്ങൾ തുച്ഛീകരിച്ച് കാണില്ല. കാശ്മീരിനൊരു സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ് ഉണ്ട് എന്ന രീതിയിൽ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിസ്റ്റ് കൂടിയായ പാകിസ്ഥാൻ ആർമിയുടെ ഇപ്പോഴത്തെ ചീഫിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹമാണ് പാകിസ്ഥാനിലെ ഏറ്റവും എന്താണ് എന്തോ കേട്ടില്ല. പാക് സൈന്യത്തിന്റെ ആശീർവാദത്തോടെ നടന്ന ആക്രമണമായി തന്നെ കാണണം. തീർച്ചയായും പാക് സൈന്യത്തിൻ്റെ ഒത്താശയോടുകൂടി വ്യക്തമായി പാക് സൈന്യം, പാക് ഇന്റർ സർവീസ് ഇന്റലിജൻസ് ആൻഡ് പാകിസ്ഥാൻ ടെറർ ഔട്ട്ഫിറ്റ്സ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട്, പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണവും നടത്തുന്ന തീവ്രവാദ വിഭാഗങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു അച്ചുതണ്ടിലേക്കാണ് നീങ്ങുന്നത്. അവർ പ്രൊപ്പഗാൻഡ മെഷീനുടെ ഭാഗമായി പറയുന്നു കാശ്മീരിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് അട്ടിമറിക്കപ്പെടുകയാണ്. അതിനർത്ഥം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിൽ സഞ്ചാരികൾ അവിടെ എത്തുന്നു. കാശ്മീരിൻ്റെ പ്രകൃതി സൗന്ദര്യം നുകരാനായി സഞ്ചാരികൾ അവിടെ എത്തുന്നു. ആ സഞ്ചാരികളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരിച്ചു പോകാറില്ല, അവർ കാശ്മീരിൽ തന്നെ വസിക്കുന്നു എന്ന തെറ്റായ സന്ദേശം കാശ്മീർ ജനതയ്ക്കുള്ളിലും
പാകിസ്ഥാനുള്ളിലും വാരി വിതറുകയാണ്. അങ്ങനെയെങ്കിൽ സഞ്ചാരികളെ ടാർഗറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ നിസ്സഹായരായ സഞ്ചാരികൾ, ദുരുദ്ദേശങ്ങളൊന്നുമില്ലാത്ത, കാശ്മീരിൽ തങ്ങണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ലാത്ത ഈ സഞ്ചാരികൾ 28 സഞ്ചാരികളെയാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് പോയതാണ്. മിനി സ്വിറ്റ്സർലൻഡ്, ലിറ്റിൽ സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പഹൽഗാമിൻ്റെ അടുത്തുള്ള ആ ഒരു വാലിയിലേക്ക്, ബൈസറൻ വാലിയിലേക്ക് പോയ ആളുകളെയാണ് അവർ വകവരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗൂഢപദ്ധതിയുടെ, വ്യക്തമായൊരു പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ സ്മൃതി ചോദിച്ച ചോദ്യം കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മുൻകൂട്ടി കരുതാനുള്ള ഒരു ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള രാജ്യമാണ് ഭാരതം. അപ്പോൾ എന്തുകൊണ്ട് ചില ഭാഗങ്ങളിലെങ്കിലും, കാശ്മീരിൻ്റെ എല്ലാ ഭാഗത്തും സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും ചില വീക്ക് പോയിന്റ്, അക്കിലർ ഹീൽ അവിടെ എക്സ്പോസായി നിൽക്കുകയാണ്. അവിടം നോക്കി, വീക്കസ്റ്റ് പോയിന്റ് നോക്കി തീവ്രവാദികൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ്, മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ആണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന്, സോഫ്റ്റ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, സോഫ്റ്റ് ഒബ്ജക്ട്സ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീർ ജനതയ്ക്ക് ഒരു ഫിയർ സൈക്കോസിസ് വന്നിരിക്കുന്നു. ഒന്ന്. രണ്ട്, കാശ്മീരിൻ്റെ വളർന്നു വരുന്നൊരു സമ്പദ് വ്യവസ്ഥയുണ്ട്. കോവിഡ് എല്ലാം കഴിഞ്ഞ് മാന്ദ്യത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഒരു കേവലം 40,000 ചുരുങ്ങിപ്പോയ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം 1 ലക്ഷമായി, 5 ലക്ഷമായി. അങ്ങനെ 2024 വർഷം, കലണ്ടർ വർഷം 29 ലക്ഷം പേരാണ് അവിടെ വിനോദസഞ്ചാരത്തിനെത്തിയത്. അങ്ങനെ കാശ്മീരിൻ്റെ ഇക്കോണമി ഉൾപ്പെടെ മെച്ചപ്പെടുന്നു എന്നത് വന്നപ്പോൾ അതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കാൻ. ശരി, ഈ മാസം 8-ാം തീയതിയാണ് ശ്രീനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നത്. അതിനുശേഷം നടക്കുന്ന ആക്രമണം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. BJP പ്രതിനിധി യുവരാജ് ഗോകുലിലേക്കാണ്. യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഈ ഭീകര ആക്രമണത്തെ അപലപിച്ച് രാജ്യം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുന്ന സമയമാണ്. പ്രതിപക്ഷ പാർട്ടികളായാലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. സർവശക്തിയും ഉപയോഗിച്ച് തീവ്രവാദികളെ തുരത്തണം എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറയുന്നത്. BJP ഈ വിഷയത്തിൽ എങ്ങനെ ഭീകരരെ നേരിടണം എന്നാണ് നിർദ്ദേശിക്കുന്നത് BJP? സ്മൃതി, നമുക്കത് ഇതിനകത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരമ്മ മകനെ നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിൽ മേരി ബച്ചിക്കോ മാർദിയ എന്ന് പറഞ്ഞ് കരയുന്നൊരു വീഡിയോ, ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ വിയോഗത്തിൽ അയാളുടെ ശവശരീരത്തിന് മുന്നിൽ നിന്ന് ജയ് ഹിന്ദ് വിളിക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വരുന്നത്. സ്വാഭാവികമായിട്ടും അത്യാവശ്യം വൈകാരികമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കും അറിയില്ല. കേന്ദ്ര സർക്കാർ, നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയിൽ അത്തരത്തിലുള്ള വലിയ ആക്ടിവിറ്റീസോ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ കാണുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടായിട്ടില്ല. ശക്തമായ നടപടികൾ അതിന് മുമ്പൊക്കെ എടുത്തതിൻ്റെ ഒരു റിസൾട്ടായിട്ട് തന്നെയാണ് കഴിഞ്ഞ 5 വർഷത്തിൽ അവിടെ വലിയൊരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതവിടെ എവിഡൻ്റ് ആണ്. ഇപ്പോൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞ കണക്കുകളിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2022 1,88,00,000 ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തു. 2023 2,11,000. 2024 ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2,35,00,000 ടൂറിസ്റ്റുകൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഇക്കോണമി ആവട്ടെ, അവിടുത്തെ ടൂറിസം ആവട്ടെ, എല്ലാം തന്നെ അവിടെ തൊഴിൽ സാധ്യതകളാവട്ടെ, അവിടെ യുവാക്കൾക്കുള്ള അവസരങ്ങളാവട്ടെ, എല്ലാം വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തിന് അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനാലിസിസ് പ്രകാരം ഒരു തലമുറ ഒരു 10 വർഷം ഒരു പർട്ടിക്കുലർ സംഗതിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് മുമ്പോട്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ കട്ട് ചെയ്ത് ഒരു പരിധിവരെ മാറ്റപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ 5 വർഷത്തോളമായിട്ട് കാശ്മീർ അങ്ങനെയാണ് പോകുന്നത്. ഒരു 5-10 വർഷം കൂടി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് വരുന്നൊരു ജനറേഷൻ അവിടെ കല്ലെറിയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുറകിലേക്ക് പോകാനോ ഒന്നും തന്നെ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജമ്മു കാശ്മീരിൽ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായിക്കഴിയുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടി കത്തിക്കാൻ ജനം മുമ്പോട്ടിറങ്ങുന്നത്. അവിടെയുള്ള ടൂറിസ്റ്റ് ടാക്സികൾ, കടക്കാർ, മറ്റ് ആൾക്കാർ എല്ലാവരും ജനങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനകത്ത് മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ മുഴുവൻ ആൾക്കാരും, കശ്മീരിലുള്ള ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി വരികയും അവർ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്തുകൊണ്ട് മുമ്പോട്ട് വരികയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കശ്മീരിൽ നമുക്ക് മുമ്പ് ഒരിക്കലും പരിചിതമായിരുന്ന കാഴ്ചകളായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നത് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്.
തീർച്ചയായിട്ടും അതിശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നയതന്ത്രപരമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്, അല്ല നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങളിലായിരുന്നാലും ശരി തന്നെയാണ് ശക്തമായിട്ടുള്ളൊരു റിട്ടാലിയേഷൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും യുവരാജ്, ഇപ്പോൾ നേരത്തെ ശ്രീ മോഹൻ പിള്ള പ്രതിരോധ വിദഗ്ധൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, റാണയെ ഇന്ത്യയിലേക്ക്, തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ശേഷമുള്ള എന്തെങ്കിലും ഒരു പ്രതികാര നടപടിയായിട്ട് കൂടി ഒരുപക്ഷെ അതിനെ കാണേണ്ടി വരുമെന്നുള്ളത്. ഇപ്പോൾ റാണയെ കൊണ്ടുവന്ന ശേഷം എത്രത്തോളം സുരക്ഷ പലയിടത്ത് രാജ്യത്തിന്റെ പല ഭാഗത്തും സുരക്ഷ ശക്തമാക്കിയിരുന്നു, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തും. കശ്മീരിന്റെ കാര്യത്തിൽ അത് ആലോചിക്കാതെ പോയോ എന്നാണോ ഇപ്പോൾ കരുതേണ്ടത്? അല്ല, തഹാവൂർ റാണയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിപ്പോൾ ടെററിസം എന്ന് പറയുന്ന ഇത്തരം അറ്റാക്കുകൾ ഇപ്പോൾ തഹാവൂർ റാണയുടെ വിഷയം മാത്രമായിട്ട് അങ്ങനെ മാത്രമായിട്ട് ഉണ്ടാകുന്നതൊന്നും അല്ലല്ലോ. ഇപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കശ്മീരിൽ ഏത് കാലഘട്ടത്തിലാണ് ഇത്തരം ടെററിസം ആക്ടിവിറ്റീസ് ഇല്ലാതെ ഇരുന്നിട്ടുള്ളത്? എല്ലാ കാലഘട്ടങ്ങളിലും നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്മൃതിയുടെ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, 5 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും, 20 പേരെ തീവ്രവാദികൾ ഇറങ്ങി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നാലും അവിടെ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. അത് ബിയോണ്ട് പൊളിറ്റിക്സ് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ചെറിയൊരു വീഴ്ച, ചെറുതോ വലുതോ എന്നുള്ളതല്ല. കശ്മീർ പോലൊരു സ്ഥലത്ത് വീഴ്ച ചെറുതായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എത്ര ചെറിയ വീഴ്ചയാവുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. ചെറിയ വീഴ്ചയ്ക്കും കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് നമുക്കാർക്ക് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടെ 28 പേരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനിപ്പോൾ ഏതെങ്കിലും സോഫ്റ്റ് സ്പോട്ടായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരുന്നോ, നത്തിങ് മാറ്റേഴ്സ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പാകിസ്ഥാന് കൊടുക്കുന്ന മറുപടി അത് ഈ നയതന്ത്ര വിദഗ്ധൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തരത്തിൽ സൈനിക നടപടി മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുക, നമ്മൾ അങ്ങോട്ട് കൊടുത്തിരുന്ന സഹായങ്ങൾ തന്നെ നിർത്തലാക്കുക എന്ന രൂപത്തിലുള്ള സന്ദേശം അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നാണ് BJP കരുതുന്നത്? നോക്കൂ, പാകിസ്ഥാനോട് നമ്മൾ ഈ കാലാകാലങ്ങളിൽ 1947 മുതൽ ഇങ്ങോട്ട് നമ്മൾ തുടർന്നു വന്നിരുന്ന നയങ്ങളുണ്ട്. അവരോട് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തു. നമ്മൾ അവരെ വല്ല കടി നിന്ദ എന്നുള്ള പ്രയോഗം തന്നെ ഒരു കാലഘട്ടത്തിൽ വലിയ ഒരു പരിഹാസ രൂപേണ മാറുന്നത് നമ്മൾ കണ്ടു. പക്ഷെ പാകിസ്ഥാൻ ഏത് കാലഘട്ടം മുതലാണ് ഇറലവൻ്റ് ആയിട്ട് ഇന്ത്യക്കാർക്ക് തോന്നി തുടങ്ങിയത് എന്നുള്ളതുണ്ട്. ഇറലവൻ്റ് ആണ് അങ്ങനെ ഒരു രാജ്യം. പണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ എന്നുള്ള നിലയിൽ നിന്ന് പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം അപ്പുറത്തുണ്ട് എന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകുന്ന തരത്തിലേക്ക് വന്നത് അവരുടെ അകത്ത് കയറി നമ്മൾ അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിൽ തന്നെ അവരോട് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് നയതന്ത്ര തലത്തിലായിരുന്നാലും ശരി തന്നെയാണ്, സൈനികമായിട്ടായിരുന്നാലും ശരി തന്നെയാണ്. അവർക്ക് ഏത് ഭാഷയാണോ മനസ്സിലാകുക ആ ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഈ മതം ചോദിച്ച് ആക്രമണം നടത്തി എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ വെടിവെപ്പിനേക്കാൾ വേഗത്തിൽ തന്നെ ഇവിടെ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമായി കൂടി അതിനെ BJP കാണുന്നുണ്ടോ? നോക്കൂ, വളരെ വൈകാരികമായ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ മതം ചോദിച്ചിട്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസൽമാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടുമായിരുന്നു എന്നുള്ളതല്ല. തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വലിയൊരു ഭിന്നിപ്പുണ്ടാക്കുക, ഇന്ത്യയിൽ വലിയൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അവരുടെ അജണ്ടയും ഉദ്ദേശവും തന്നെയാണ്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്, അത് ചോദിച്ച് തന്നെയാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല ആ വിഷയത്തിൽ. പക്ഷേ അവിടെ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വിഷയം അവരുടെ ഭാഗത്ത് അത് കൃത്യമായിട്ട് അവർക്ക് പ്ലാൻ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ആ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകേണ്ടത്. മറിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി കൂടി എടുക്കേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. ശ്രീ TK രാജ്മോഹനിലേക്ക് പോവുകയാണെങ്കിൽ, ശ്രീ TK രാജ്മോഹൻ, പലപ്പോഴായി ഇങ്ങനെ സുരക്ഷാ വീഴ്ചയുടെ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഇപ്പോൾ പുൽവാമ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഭീകരാക്രമണം സൈനികർക്ക് നേരെ നടന്ന ആക്രമണം എന്നുള്ളത്, ആ ആക്രമണം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചയാണ് എന്ന വിലയിരുത്തൽ പിന്നീടുണ്ടായി. അന്ന് കശ്മീർ ഗവർണർ ആയിരുന്ന വ്യക്തി തന്നെ പിന്നീടത് സത്യപാൽ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ
എന്താണ് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് നേരിടുന്നത്, അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എവിടെയൊക്കെ പാളിച്ചകളുണ്ട് എന്നുള്ളത് ആ രൂപത്തിൽ പരിശോധിക്കപ്പെടുന്നുണ്ടോ? സ്മൃതി, ഈ കശ്മീരെ സംബന്ധിച്ചിടത്തോളം ഈ സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഡയല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഡയല്യൂഷൻ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായ ശരിക്കും സുരക്ഷാ വീഴ്ചയാണ്. കാരണം കശ്മീരിൽ എപ്പോഴും എല്ലാ ഏരിയയിലും വളരെ ടൈറ്റ് പ്രൂഫായ സെക്യൂരിറ്റിയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡയല്യൂഷൻ വന്നിട്ടുണ്ട്. ഡയല്യൂഷൻ എന്തുകൊണ്ട് വന്നു വെച്ചാൽ, കാരണം കഴിഞ്ഞ 3-4 വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ആ കശ്മീരിലെ സ്ഥലം നോർമലൈസി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാൽ ചൗക്കിലൊക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. കാരണം 2008 ഞാൻ ആദ്യമായിട്ട് കശ്മീരിൽ പോകുന്നത്. അത് തടിയൻ്റെ നസീറായിട്ട് കുറേ ഇടുന്ന നമ്മൾ കുറേ ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ട് അവിടെ ക്രോസ് ചെയ്യുമ്പോൾ അവർ വെടിയേറ്റ് മരിച്ച കേസിലാണ് ഞാൻ ആദ്യമായി പോകുന്നത്. അന്ന് ഞാൻ കണ്ട ലാൽ ചൗക്കും ഈയിടെ ഞാനിപ്പം കഴിഞ്ഞ വർഷം പോയ സമയത്ത് ആ ലാൽ ചൗക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യാസമുള്ള സ്ഥലം, നോർമലൈസി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം, ജനങ്ങളെല്ലാം ഓരോരോ ജോലിയിൽ വ്യാപ്തരായിരിക്കുകയാണ്. പിന്നെ ഈ അവിടുത്തെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉണ്ട്, അത് നമുക്കറിയാം. ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡയല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഡയല്യൂഷന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. അതാണ് അതിൻ്റെ സത്യം. അത് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും നമ്മൾ അതിൻ്റെ ട്രൂ സ്പിരിറ്റിലെടുത്തിട്ട് അതിന് റിട്ടാലിയേറ്റ് ചെയ്യുക. റിട്ടാലിയേഷൻ ത്രൂ ഡിപ്ലോമാറ്റിക് ചാനൽ, റിട്ടാലിയേഷൻ ടു നമ്മൾ ആക്ഷൻ, റിട്ടാലിയേഷൻ ടു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ്, റിട്ടാലിയേഷൻ ത്രൂ പബ്ലിക് ഇമേജ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി മുന്നിൽ ഈ രാഷ്ട്രത്തിന് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ അത് ഒത്തൊരുമിച്ച് ചെയ്യുക. നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയിൽ ജീവിക്കുന്നത്, നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇന്ത്യക്കാരാവെന്ന് പറഞ്ഞത്. അല്ലാതെ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ടല്ല. നമ്മുടെ ഇന്ത്യ നമ്മൾ കൂടി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാരായിട്ട് നടക്കുന്നത്, നമ്മൾ ഇന്ത്യനെ കൊണ്ട് അഭിമാനം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ പ്രശസ്തിയും ആ കാര്യങ്ങളും ഒത്തൊരുമിച്ച് എല്ലാവരും ചേർന്ന് പോവുക. പിന്നെ ഈ ചെറിയ ചെറിയ വീഴ്ചകൾ അത് നമുക്ക് എല്ലാവരും ചേർന്ന് പോവുക എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടന്നു, കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഒരു സർക്കാരുണ്ടായി. പക്ഷേ സുരക്ഷാ സംബന്ധമായ ചർച്ചകളിൽ ഇപ്പോൾ 8-ാം തീയതി നടന്ന ആഭ്യന്തരമന്ത്രി വിളിച്ച സുരക്ഷാ ചർച്ചയിൽ പോലും കശ്മീർ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് കേന്ദ്രം മാത്രം നോക്കുന്ന ഒരു വിഷയമായി മാറുന്നു. അങ്ങനെ പ്രാദേശികമായി കൂടി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ലേ കുറച്ചുകൂടി അഭികാമ്യമായ കാര്യം. അവർക്ക് കുറച്ചുകൂടി അതേക്കുറിച്ച് ധാരണയുണ്ടാകും. അതിൽ അവരെ മാറ്റി നിർത്തുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായും കാശ്മീരിൽ സ്മൃതി, ജനാധിപത്യ പ്രക്രിയ തിരിച്ചെത്തി എന്ന് പറയുന്നത് സുഗമമായ തെരഞ്ഞെടുപ്പിലൂടെ ഒരു അധികാരത്തിൽ ഒരു കക്ഷി വന്നിരിക്കുന്നു, ഒരു മുന്നണി വന്നിരിക്കുന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണി സംവിധാനം അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അത് വന്നിരിക്കുന്നു, അത് സ്വീകാര്യമായ കാര്യമാണ്. പക്ഷേ സ്മൃതി നോക്കൂ, എന്തുകൊണ്ടാണ് കാശ്മീരിലെ യുവാക്കൾ തീവ്രവാദ ലൈനിലേക്ക് തിരിഞ്ഞത്? 80കളിലും 90കളിലും അവിടെ അതത് സമയത്ത് കേന്ദ്രം ഭരിച്ചിരുന്ന കക്ഷികൾ കാശ്മീരിനോട് പുലർത്തിയ ഒരു നിഷേധാത്മകമായ സമീപനമാണെന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നു. അതിനുള്ള കാരണം അതിനകത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ട കാര്യവുമാണ്. അതായത് കാശ്മീരിൻ്റെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് സർക്കാരുകളെ പിരിച്ചുവിട്ടുകൊണ്ട് കേന്ദ്രഭരണം ഏർപ്പെടുത്തി പല പ്രാവശ്യമാണ്. റെക്കോർഡ് നമ്പർ ഓഫ് ടൈംസാണ് കാശ്മീരിലെ ജനാധിപത്യ പ്രക്രിയ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചത്. അങ്ങനെ കാശ്മീരിലെ ജനതയ്ക്ക് ജനാധിപത്യ ട്രഡീഷൻസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ തീവ്രവാദത്തിലേക്കും ആയുധമെടുക്കുന്നതിലേക്കും നീങ്ങി. പക്ഷേ ഇപ്പോൾ ഇത് ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം കേന്ദ്ര ഭരണ പ്രദേശമായി ജമ്മു ആൻഡ് കാശ്മീരിനെയും ലഡാക്കിനെയും വെവ്വേറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു ജനാധിപത്യ പ്രക്രിയ, കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന നിലയിൽ ഒരു സംസ്ഥാന നിയമസഭ അവിടെ നിലവിൽ വരികയാണ്. അവിടെ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ എന്ന് തന്നെയാണ് ഏതാണ്ട് എല്ലാ ഏജൻസികളും. അവിടെ കാര്യമായ കലാപങ്ങളുണ്ടായില്ല, ബൂത്ത് പിടുത്തങ്ങളുണ്ടായില്ല, വലിയ തോതിൽ ആളുകൾ മുന്നോട്ട് വന്ന് വോട്ട് ചെയ്തു. അതിനർത്ഥം പീപ്പിൾ ആർ ബാക്ക് ഇൻ ദ ഷിപ്പ്, അല്ലെങ്കിൽ അവർ നടുക്കടലിൽ നിന്നും കപ്പലിലേക്ക് കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്മൂത്ത് റൈഡ് എന്നുള്ളത്. അത് മാത്രമല്ല, ടാഞ്ചിബിളായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ
ടാഞ്ചിബിളായ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ചേഞ്ച് അവിടെ കാണുന്നു. വിനോദസഞ്ചാരം തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ശ്രീ യുവരാജ് പറഞ്ഞ നമ്പേഴ്സ് കറക്റ്റാണ്. അമർനാഥ് യാത്രയുടെ യാത്രികരുടെ നമ്പറും കൂടെ കൂട്ടുമ്പോൾ, തീർത്ഥാടകരുടെ നമ്പറും കൂടെ കൂട്ടുമ്പോൾ, ഞാൻ കേവലം വിനോദസഞ്ചാരികളുടെ മാത്രം നമ്പറാണ് ഞാൻ റെഫർ ചെയ്ത് പറഞ്ഞ 29 ലക്ഷം പേരെന്നുള്ളത്. അപ്പോൾ കൂടുതൽ വരും. തീർച്ചയായിട്ടും 2-3 തീർത്ഥാടനങ്ങളുണ്ട്. വലിയ തോതിലാണ് തീർത്ഥാടകർ കാശ്മീരിലേക്ക് വരുന്നത്. അവരും വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ കാശ്മീരിലേക്ക് വലിയ തോതിൽ ആൾക്കാരെത്തുന്നു. അങ്ങനെ വന്നപ്പോൾ കാശ്മീർ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും പോലെയായി, യാതൊരു പ്രത്യേകതയുമില്ല. ആ ഒരു അവസ്ഥ തീർച്ചയായും ഭീതിതമായ ഒരവസ്ഥയാണ്. കാശ്മീർ ഈസ് ദി നെർവ് സെൻറ്റർ ഓഫ് പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് മിലിറ്ററി ജനറൽ പറയുമ്പോൾ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ ശാന്തി വന്നാൽ അത് അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉന്നയിക്കാനുള്ള പാകിസ്ഥാൻ്റെ അവകാശം പോലും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ആ വിഷയം ലൈവായിട്ട് നിർത്തേണ്ടത്, ഒരുപക്ഷെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് October 7, 2023 ആക്രമിച്ചതിന് സമാനമായ ഒരു സാഹചര്യമാണ്. എല്ലാ രാജ്യങ്ങളും മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പാലസ്തീനിയൻ കോസ് മറന്നു പോകുന്നു. അതുകൊണ്ട് ടു റിമൈൻഡ് എവറിബഡി അബൌട്ട് ദ പാലസ്തീനിയൻ കോസ്, ഇത് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നു എന്ന ഹമാസിന്റെ യുക്തിക്ക് സമാനമായ യുക്തിയാണ് കാശ്മീർ വിഷയം. അന്താരാഷ്ട്ര സമൂഹം മറന്നിരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ കൂടെ കൊണ്ടുവരിക. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സന്ദർശിച്ച ഘട്ടത്തിൽ സമയത്ത് കൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. തീർച്ചയായും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഇന്ത്യ സന്ദർശനം ലോക മാധ്യമങ്ങൾ ഇന്ത്യയിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിച്ചു വയ്ക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ലോകത്തോടായി പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ കഴിയും. ഇവിടെ ഇന്ത്യയിൽ എല്ലാം ഭദ്രമല്ല, ഇന്ത്യ നിക്ഷേപ സൗഹൃദ ഒരു ഇടമല്ല, ഇന്ത്യയിൽ സ്ഥിതിഗതികൾ വളരെ വ്യത്യസ്തമാണ്. അതുമാത്രമല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മതത്തിൻ്റെ പേര് ചോദിച്ചുകൊണ്ട് പോയിന്റ് ബ്ലാങ്കായി AK-47 റൈഫിൾ ഉപയോഗിച്ച് കൊണ്ട് വെടിവെച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു ഫിയർ സൈക്കോസിസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഒരു വിഭാഗം ആളുകളിലേക്ക് സംശയത്തിൻ്റെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളിലേക്ക് സംശയത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഭാരതത്തിൽ വലിയൊരർത്ഥത്തിൽ ഒരു വർഗീയ കലാപമോ വിദ്വേഷമോ ഒക്കെ ഉണ്ടാകുന്നത് വഴി ഭാരതത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം. ഭാരതത്തിൻ്റെ ജനസംഖ്യയുടെ 15-16% മുസ്ലിങ്ങളാണ്. വലിയൊരു വിഭാഗം തന്നെ ദേശവിരുദ്ധരാണ് എന്ന നറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചാൽ ഈ ദേശം തന്നെ അസ്ഥിരമാകും എന്ന ഒരു യുക്തി പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ടായിരിക്കാം. പക്ഷേ അതിനെല്ലാം മേലെയാണ് നമ്മൾ കാശ്മീരിൽ കണ്ട ശരിയായ കാശ്മീരിയത്ത്. സ്മൃതി, കാശ്മീരിയത്ത് എന്ന് പറയുന്നത് കാശ്മീരിൻ്റെ സൗഹൃദ മനോഭാവമാണ്. കാശ്മീരി പണ്ഡിറ്റുകളും കാശ്മീരി മുസ്ലിംസും കാശ്മീരി ഇതര വിഭാഗങ്ങളും എല്ലാം ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളെ പറയുന്ന ഒരു സാംസ്കാരിക പേരാണ് കാശ്മീരിയത്ത്. അത് തിരിച്ചു വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പതാകയുമായി തെരുവിൽ, കാശ്മീരിന്റെ തെരുവിൽ ജനമർ ഈ വെടിവെപ്പിലും കണ്ടിട്ടുണ്ട്. കർണാടക സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പറയുന്നത് അതാണ്. മഞ്ജുനാഥിനെ വെടിവെച്ച ശേഷം ഈ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിച്ചത് അവിടുത്തെ കശ്മീരികളാണ്. ബിസ്മില്ല ചൊല്ലിക്കൊണ്ടാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അവർ കരഞ്ഞുകൊണ്ട് ഓർക്കുന്നത് അതാണ്. തീർച്ചയായിട്ടും ആ ഒരു രംഗമെന്ന് പറയുന്നത് നോക്കൂ, കാശ്മീരിലെ ജനങ്ങളുടെ സ്വപ്നത്തിൻ്റെ മേലാണ് ടൺ കണക്കിന് മണ്ണ് വാരിയിട്ടിരിക്കുന്നത്. അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ്. കാരണം ഈ വീടുകളിൽ തീ പുകയണമെങ്കിൽ, പാവപ്പെട്ട ആളുകളാണ്, വീടുകളിൽ തീ പുകയണമെങ്കിൽ ടൂറിസം വരുമാനം വളരെ പ്രധാനമാണ്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കടന്നു വരാനാവുന്ന ഒരു സ്ഥലമല്ല എന്ന്, കാശ്മീർ സ്ഥലമല്ല എന്ന് പറയുകയാണെങ്കിൽ, എന്ന് തെളിയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ടൂർ ഓപ്പറേറ്റേഴ്സ് മടിക്കും. ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ സഞ്ചാരികൾ കാശ്മീരിൽ എത്തുന്നതിന് വിമുഖത കാട്ടും. അങ്ങനെയെങ്കിൽ വീണ്ടും അവർക്ക് പട്ടിണിയായിരിക്കും ഫലം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരെയാണോ ഈ തീവ്രവാദികൾ സംരക്ഷിക്കുന്നു എന്ന് ക്ലെയിം ചെയ്യുന്നത്, അവരുടെ ജീവിതത്തെ തന്നെ കരുനിഴലാക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. സ്മൃതി, തീർച്ചയായും ഒന്ന് നന്നായി ജീവിച്ചു വരികയായിരുന്നു എന്നാണ് അവരിൽ പലരും കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചത്. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ പാകിസ്ഥാനുമായി ഉള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കും എന്നൊരു കാര്യം കൂടി കേൾക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല തീരുമാനമായി കാണുന്നുണ്ടോ? അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെയുള്ളത് ഒരു ജനാധിപത്യ സർക്കാരാണെന്നൊക്കെ പറയുമെങ്കിലും സൈന്യം നിയോഗിച്ച സർക്കാരാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു സർക്കാർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പോലും ശക്തിയുള്ള സംവിധാനം അവിടെയില്ല. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണത്. അപ്പോൾ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നത് എത്രത്തോളം ആശാസ്യമാണ്?
അല്ല, അതൊക്കെ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് അത്തരം വിഷയങ്ങളിൽ ഔദ്യോഗികമായ ഒരു നിലപാട് പറയാതെ അവിടെ എന്താണ് അത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഔദ്യോഗികമായിട്ട് പറയട്ടെ, പറഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, നമുക്കറിയില്ലല്ലോ, അറിയാത്ത കാര്യം ഇങ്ങനെ പറയാം അത്ര സെൻസിറ്റീവ് ആയ ഒരു വിഷയത്തിൽ. ശരി. ഞാനൊന്ന് ശ്രീ മോഹനിന് കുറച്ചുകൂടി അതിൽ പറയാം. ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം കടുപ്പിക്കാം എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. ഇപ്പോൾ താങ്കൾ നേരത്തെ പലതവണ ആവർത്തിച്ച പോലെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പിന്തുണ നേടിത്തരുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തന്നെ. അപ്പോൾ ആ ഒരു പിന്തുണ നമുക്കുണ്ട്. കാരണം പാകിസ്ഥാൻ എല്ലാ ഘട്ടത്തിലും ഈ കശ്മീർ വിഷയം എല്ലാ അന്താരാഷ്ട്ര തലങ്ങളിലും അത് ഉന്നയിച്ചുകൊണ്ടിരുന്നതാണ്. അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണെന്ന് പറഞ്ഞ് അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ എത്രത്തോളം നമുക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കുമ്പോൾ അങ്ങനെയല്ല, മാറി നിൽക്കുകയാണ് പലപ്പോഴും ലോകരാജ്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ചിലപ്പോഴെങ്കിലും അത് പാകിസ്ഥാന് അനുകൂലമായ പ്രതികരണങ്ങളായും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ വിഷയത്തിൽ സ്മൃതി, എന്തായാലും ഇന്ത്യ എടുത്ത നിലപാട് സീറോ ടോളറൻസ് ടു ടെറർ, ഭീകരവാദത്തോട് സന്ധിയില്ല, ഏതറ്റം വരെ പോയും ഭീകരതയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടും, രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടും, ഭീകരതയിൽ നിന്നും ഞങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യും, ഭീകരതയുള്ള രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം പോലും ആവശ്യമില്ല, ഒരു രീതിയിലുള്ള ബന്ധവും ആവശ്യമില്ല, സീറോ ടോളറൻസ് ആൻഡ് സീറോ കോൺടാക്ട്. ഈ നയം പ്രാവർത്തികമാവുകയാണെങ്കിൽ അതിന് ആദ്യപടി എന്നുള്ള നിലയിൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ കലവറയില്ലാത്ത സഹകരണം സ്മൃതി ഈ കാര്യത്തിൽ ഇന്ത്യക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. രാവിലെ മുതൽ വരുന്ന റിപ്പോർട്ടുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിക്കുകയാണ്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നൊന്നായി ഐക്യദാർഢ്യം പറയുകയാണ്. യൂറോപ്യൻ യൂണിയൻ ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പിന്നിൽ അണിനിരക്കുകയാണ്. ചൈനയുടെ ഭാഗത്ത് നമ്മൾ സംശയത്തോടെ നോക്കുന്ന ചൈന പോലും, ചൈനയും റഷ്യയും എല്ലാം തന്നെ ഭാരതത്തിന് ഈ കാര്യത്തിൽ ധാർമ്മികമായ പിന്തുണയുമായി വരികയാണ്. അവിടെ ഇന്ത്യയോടൊപ്പമാണ് ലോകം എന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ആദ്യ തലത്തിലുള്ള തിരിച്ചടി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ ഈ കാട്ടുന്ന ഇരട്ടത്താപ്പ്, ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രം ഇതിന് പിന്നിലില്ല എന്നൊരു ശ്വാസത്തിൽ പറയുകയും വ്യക്തമായ തെളിവുകളോടെ അത് ഇവിടെ പാകിസ്ഥാൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന രീതിയിൽ ഇന്ത്യ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നതാണ് ഫസ്റ്റ് റെസ്പോൺസ്. അതിന് നേരത്തെ ബ്രിഗേഡിയർ മോഹനൻ പിള്ള പറഞ്ഞതുപോലെ തെളിവുകളാണ് ആവശ്യം. അന്താരാഷ്ട്ര സമൂഹത്തെ നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ തന്നെ സ്വയം ബോധ്യപ്പെടണം, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും ബോധ്യപ്പെടണം. അതൊരു ബലമാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സംസാരിച്ച ഒരു ഫിസിക്കൽ ഒരു റെസ്പോൺസാണ്. അത് രണ്ട് രൂപത്തിലാകാം. ഒന്ന്, ഫിസിക്കൽ റെസ്പോൺസിൽ നദീജലം, കുടിവെള്ളം മുട്ടിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ഒരു ശൈലീശാസ്ത്രം. ആ രീതിയിലേക്കൊന്നും ഭാരതം നേരിട്ട് കടക്കും. അതുകൊണ്ടായിരിക്കും ശ്രീ യുവരാജ് ഗോകുൽ വളരെ സമർത്ഥമായി ആ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന് പിന്നിൽ വ്യക്തമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് സർട്ടൻ നിഗമനങ്ങൾ മാത്രമാണ്, ചില അസംഷൻസ് മാത്രമാണ്. ഈ അസംഷൻ എന്ന് പറയുന്നത് പ്രായോഗികമായി നോക്കുമ്പോൾ നല്ല സാധ്യതാപരമായി ഹൈ ഇൻ ദ ലിസ്റ്റ് ഓഫ് പ്രോബബിലിറ്റി ആണ്. ഈ സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെച്ചാൽ യഥാർത്ഥത്തിൽ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഒഴുകി വരുന്ന ജലം പാകിസ്ഥാൻ്റെ പഞ്ചാബിലേക്ക് 5 നദികളാണ്. ആ നദികളിലൂടെ ഒഴുകി വരുന്ന ജലം സിന്ധു നദിയിലെത്തി അങ്ങോട്ട് പോകാൻ സാധിക്കാതെ വന്നാൽ പാകിസ്ഥാൻ്റെ ഹൃദയഭൂമിയായ പഞ്ചാബിലെ പാടങ്ങൾ തരിച്ചു നിൽക്കും. അത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കടുത്ത മനുഷ്യാവകാശ ലംഘനവുമാകും. ആ രീതിയിലേക്ക് ഇന്ത്യ പോകും എന്ന് ഇപ്പോൾ കരുതാനാവില്ല. അതൊരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിൽ ഡെമോക്രാസിനെ സോഡ് പോലെ തൂങ്ങി നിൽക്കും. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നേരിട്ടുള്ള ഡയറക്റ്റ് ആക്ഷനാണ്. ഏറിയൽ സോർട്ടീസ്, അതായത് സർജിക്കൽ സ്ട്രൈക്ക് എന്ന രൂപത്തിൽ പുൽവാമയ്ക്കെതിരെ ബാലാക്കോട്ടിൽ സംഭവിച്ച പോലെയുള്ള ഈ ഒരു ആക്രമണമാണ്. നാലാമത്തെ ലെവലാണ് ഒരു നയതന്ത്രപരമായ കമ്മീഷൻസിനെ പിൻവലിക്കുക. നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് വഴി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കുക, ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടുക, ഇന്ത്യയിൽ നിന്നുള്ള പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ എല്ലാം പുറത്താക്കുക. അങ്ങനെ പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ത്രൂ ഡിപ്ലോമാറ്റിക് ചാനൽ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതിലേക്ക് കൂടി എത്തുമോ എന്നത് മാത്രമാണ്. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടപടികളാണ് താങ്കൾ പറഞ്ഞതുപോലെ. സൈനികമായ മറുപടി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ആദ്യഘട്ടത്തിൽ തന്നെ മറുപടി നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വെറുതെ വിടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഞാൻ ശ്രീ TK രാജ്മോഹനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ രാജ്മോഹൻ, കടുത്ത മറുപടി നൽകുമെന്നുള്ള കാര്യം രാജ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്മേലൊരു തീരുമാനം ഇപ്പോൾ സർവകക്ഷി യോഗത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഉന്നതതല യോഗം ചേരുന്നു, അതിൻ്റെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യും. സർവകക്ഷി യോഗത്തിലെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണോ ഈ വിഷയത്തിൽ വേണ്ടത്? അതോ സർക്കാർ ഉടനടി ഒരു
സൈനിക നടപടിയിലേക്ക് പോകണമെന്നൊരു അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? ശ്രീ രാജ്മോഹൻ, ഇതേ ചോദ്യം ഞാൻ ശ്രീ മോഹനിലേക്കും കൂടി ചോദിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടിയിലേക്ക് പോകണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ്. ഞാൻ പറയുന്നത് ഈ ഏറിയൽ സോർട്ടി അനുസരിച്ചുള്ള തിരിച്ചടി, ഒരു ഭൗതികമായ തിരിച്ചടി, അതായത് സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാൻ്റെ മണ്ണിലുള്ള പ്രത്യേകിച്ച് POK പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, ജിൽജിത്ത് ബൾട്ടിസ്ഥാൻ മേഖലയിലുള്ള നൂറുകണക്കിന് ചെറുതും വലുതുമായ ഭീകരവാദ ബ്രീഡിംഗ് ഗ്രൗണ്ട്, അതായത് ഭീകരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പരിശീലന കളരികൾക്ക് നേരെ ആക്രമണം, അതിൻ്റെ വലിയ തോതിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം ഭാരതത്തിൻ്റെ വ്യോമസേനയും സൈന്യവും കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ക്ഷിപ്രസാധ്യമായ ഒന്നാണ് തിരിച്ചടി നൽകുക. ഈ തിരിച്ചടി വളരെ വൈകിയാൽ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഒരുപക്ഷെ കൈകെട്ടി നോക്കിയിരിക്കില്ല. കാരണം എപ്പോഴും തിരിച്ചടിക്ക് ഒരു ടൈം ഫ്രെയിമുണ്ട്. പക്ഷേ അതിൻ്റേതായ ഒരു വേണ്ട ഗൃഹപാഠം ചെയ്യണം തീർച്ചയായും. അതേസമയം ഏറെ വൈകിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ ഷെൽഫ് ലൈഫ് അവിടെ മാറും. അതുകൊണ്ട് തന്നെ വളരെ സർവകക്ഷി യോഗം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീവ്രവാദത്തിന് മുന്നിൽ രാഷ്ട്രീയമില്ല സ്മൃതി. BJP എന്നോ കോൺഗ്രസ് എന്നോ ഇടതുകക്ഷികളെന്നോ എന്ന വ്യത്യാസമില്ല. ദേശസുരക്ഷയുടെ കാര്യം വരുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടാണ്. അതിലെല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കുന്ന പ്രതിപക്ഷത്തെ കൂടെ കോൺഫിഡൻസിലെടുക്കാൻ കാട്ടിയ ഒരു കാര്യത്തിന് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ. അപ്പോൾ ഒരുമിച്ച് നിന്നുള്ള യോജിച്ച ആക്ഷനാണ് ആവശ്യം. അതുകൊണ്ട് ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നടപടികളിലേക്ക് നീങ്ങുമെന്നത് കൃത്യമാണ്. എങ്ങനെയെന്നിപ്പോൾ കൃത്യമായി പറയാനും ആവില്ല. തീർച്ചയായും നമ്മുടെ സമയം കഴിയുന്നുകൊണ്ട് ഇപ്പോൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, യുവരാജ് ഗോകുൽ, ബ്രിഗേഡിയർ മോഹൻ പിള്ള, TK രാജ്മോഹൻ, വിനീത് ചർച്ചയിൽ പങ്കെടുത്തതിന്. This is Reporter News Network.